മാസങ്ങളായുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷയ്ക്കും കാത്തിരിപ്പിനും വിരാമമിട്ട് മമ്മൂട്ടിയുടെ കളങ്കാവൽ ഉടനെത്തും. വിനായകനും കേന്ദ്ര കഥാപാത്രമായ ചിത്രം സംവിധാനം ചെയ്യുന്നത് ജിതിൻ കെ ജോസ് ആണ്. നവംബർ 27-നാണ് ചിത്രം ആഗോള റിലീസായി എത്തുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമാണ്. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ എത്തുന്ന മമ്മൂട്ടി ചിത്രം എന്ന നിലയിൽ വലിയ ആവേശത്തോടെയാണ് മലയാള സിനിമാ പ്രേമികൾ കളങ്കാവൽ കാത്തിരിക്കുന്നത്. ഒരു ക്രൈം ഡ്രാമയായി ഒരുക്കിയ ചിത്രത്തിന്റെ ടീസറിന് വമ്പൻ പ്രേക്ഷക പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ചത്. ചിത്രത്തിന്റെ പോസ്റ്ററുകളും പ്രേക്ഷകർക്കിടയിൽ സൂപ്പർ ഹിറ്റാണ്. മമ്മൂട്ടി എന്ന മഹാനടന്റെ ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ഒരു ത്രില്ലിംഗ് ഡ്രാമ ചിത്രമായിരിക്കും കളങ്കാവൽ എന്നാണ് ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും നൽകുന്ന സൂചന. സെൻസറിംഗ് പൂർത്തിയാക്കിയ ചിത്രത്തിന് US 16+ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചത്. വലിയ പ്രതീക്ഷയും ആകാംക്ഷയുമാണ് ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർക്കുള്ളത്. ദുൽഖർ സൽമാൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കി ശ്രദ്ധ നേടിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കളങ്കാവൽ. പുതിയ സംവിധായകരെയും എഴുത്തുകാരെയും പരീക്ഷിക്കാൻ തീരെ താല്പര്യമില്ലാത്തവരാണ് പല നായക നടന്മാരും. ഉറ്റ സുഹൃത്തുക്കൾ സംവിധായകരാകാൻ ഒരുങ്ങിയാൽ പോലും ഡേറ്റ് കൊടുക്കില്ല. 2 പടം വേറെ ആരെങ്കിലും വെച്ച് എടുത്ത് കഴിവ് തെളിയിച്ചിട്ട് വാ, എന്നിട്ട് ഡേറ്റ് തരാമെന്ന് തുറന്നു പറഞ്ഞവരുമുണ്ട്. വ്യവസ്ഥാപിത ധാരണകളിൽ അഭിരമിക്കുന്ന ഇവർ കരുതുന്നത് നിരവധി ഹിറ്റുകൾ നൽകിയിട്ടുള്ള പരിചയസമ്പന്നർ സിനിമ ചെയ്തെങ്കിലേ തങ്ങൾ സുരക്ഷിതരാകൂ എന്നാണ്. ഇവിടെയാണ് മമ്മൂട്ടി വ്യത്യസ്തനാകുന്നത്. 70-ലധികം നവാഗതർക്കാണ് ആദ്യത്തെ പടം ചെയ്യാൻ അവസരമൊരുക്കിയത്. ലോഹിതദാസും ഡെന്നിസ് ജോസഫും SN സ്വാമിയും അടക്കം അനവധി തിരക്കഥാകൃത്തുക്കളും മമ്മൂട്ടി ചിത്രങ്ങളിലൂടെ സിനിമയിൽ സജീവമായി. ബ്ലെസ്സി, ലോഹിതദാസ്, ലാൽ ജോസ്, വൈശാഖ്, മാർട്ടിൻ പ്രക്കാട്, അൻവർ റഷീദ്, അമൽ നീരദ്, ആഷിഖ് അബു, ഹനീഫ് അദേനി, റത്തീന, അജയ് വാസുദേവ് ജി, മാർത്താണ്ഡൻ എന്നിങ്ങനെ മമ്മൂട്ടിയുടെ ഡേറ്റിൽ സംവിധായകരായവർ ഏറെയുണ്ട്. കാലഹരണപ്പെട്ടവരെ തോളിലേറ്റി തുടർ പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്തിയ നടന്മാർക്കിടയിൽ എക്കാലവും മമ്മൂട്ടി കയ്യടി വാങ്ങിയതിൽ ഈ നവാഗതരുടെ സംഭാവന വളരെ വലുതായിരുന്നു. വാസ്തവത്തിൽ സ്വന്തം കാര്യത്തിനായി മാത്രം മറ്റുള്ളവർക്ക് കൈ കൊടുത്ത ആളല്ല അദ്ദേഹം. എണ്ണിയാൽ തീരാത്തത്ര പടങ്ങളിൽ അസോസിയേറ്റായി പ്രവർത്തിച്ച റഷീദ് കാരാപ്പുഴയുടെയും തേവലക്കര ചെല്ലപ്പന്റെയും പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ആദ്യമായി ഒരു പടം കൊടുത്തു സഹായിച്ച നന്മയുടെ കൂടി പേരാണ് മമ്മൂട്ടി.